പ്രിയമുള്ളവരെ, ഞാൻ ലളിതാ പരേഷ്. എല്ലാവർക്കും എൻ്റെ തീർത്ഥം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ഓണം ആഘോഷിക്കാനുള്ള തത്രപ്പാടിൽ തന്നെയാണ് എല്ലാവരും എന്നറിയാം. എല്ലാവരുടെയും ഓണം മുറ്റത്തെത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും അർപ്പിക്കാൻ ഞാൻ എൻ്റെ വീഡിയോ ആദ്യം തന്നെ ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഈ ഓണത്തിന് എനിക്ക് എന്തെങ്കിലും പ്രത്യേകമായി എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. അത് എല്ലാവർക്കും ഉപകാരപ്രദമായത് ഒന്ന് തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം കുട്ടികൾക്ക് തന്നെയാവും എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഈ ഓണത്തിന് തന്നെ തുടക്കം കുറിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ച് അവർക്ക് എന്തെങ്കിലും ഒരറിവ് പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അത് എൻ്റെ ഒരു നല്ല പ്രവൃത്തി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങളും സ്നേഹത്തോടെ ഉൾക്കൊള്ളണം എന്ന ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട്. അതായത്, നമ്മൾക്ക് ഒരു ഭാഷ എന്ന് പറയുന്നത് അർത്ഥയുക്തങ്ങളായ വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ ആശയം പ്രകാശനം ചെയ്യുന്ന ഒരു ഉപാധിയാണ് ഭാഷ. ആ ഉപാധിയിൽ നമ്മൾ നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് അതിനെ വളർത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആരോഗ്യപ്രദമായ വളർച്ചയും ഉദ്ദിഷ്ടകാര്യം സാധിക്കാനുള്ള ശക്തിയും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് ഏത് ഭാഷ പഠിക്കുമ്പോഴും എങ്ങനെയായാലും നമ്മളിൽ ആ ഒരു വാക്കുകളുടെ ഒരു കൂട്ടം നമ്മളിലേക്ക് ഉണ്ടാകണം. അക്ഷരമാലകൾ ചേർത്ത് വെച്ച് വാക്കുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് യഥാസമയം യഥാവിധിയായി ഉപയോഗിക്കേണ്ട വാക്ക് ഏതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിരിക്കുമ്പോൾ മാത്രമാണ് ശക്തിയുക്തമായും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വളർച്ചയും ഏതൊരു ഭാഷയ്ക്കും ഉണ്ടാവുന്നത്. അപ്പോൾ വാക്കുകൾ തന്നെയാണ് ഈ ഒരു ഭാഷയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ കാര്യം. അപ്പോൾ അങ്ങനെ വാക്കുകൾ എന്ന് പറയും, വാക്കുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ വൊക്കാബുലറി എന്ന് പറയുന്നത്. അപ്പോൾ വൊക്കാബുലറി നമുക്കുണ്ടെങ്കിൽ, നമ്മളുടെ വാക്കുകൾ നമ്മളിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രയോഗിക്കേണ്ട സ്ഥാനത്ത് അത് പ്രയോഗിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മളുടെ ഓരോരുത്തരുടെയും വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ തന്നെയാണ്. ആ ഭാഷയിൽ നമ്മൾ പ്രയോഗിക്കേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായും ശക്തിയായും വേണ്ടുന്നിടത്ത് വേണ്ടതുപോലെ പ്രയോഗിക്കാനുള്ള ഒരു വാക്കുകളുടെ ഒരു കൂട്ടം വൊക്കാബുലറി നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുമെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ കുറച്ച് വാക്കുകൾ എനിക്കറിയാവുന്ന ഒരുപാടൊന്നും ഞാൻ ഓരോ വീഡിയോയിൽ പറയുകയില്ല. ഒരു 3 വാക്കുകൾ പറയും. താല്പര്യമുള്ള കുട്ടികൾക്ക് അത് എഴുതിയെടുത്ത് അർത്ഥം പഠിച്ച് അവരവരുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാക്കാൻ തീർച്ചയായും പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതായത്, ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തിത്വമാണ്. അപ്പോൾ അതായത് യുവർ വേർഡ്സ് ആർ യുവർ പേഴ്സണാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ വാക്കുകൾ യുവർ വൊക്കാബുലറി ഈസ് യു യുവർ സെൽഫ്. നമ്മളുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മൾ തന്നെയായിരിക്കണം. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു വിശ്വാസമുണ്ട്, ഗൂഗിളിൽ നോക്കാം, യൂട്യൂബിൽ നോക്കാം, എല്ലാം കണ്ടുപിടിക്കാം എന്നൊക്കെ. അതൊക്കെ ശരി തന്നെയാണ്. എങ്കിലും നമ്മളിൽ ഒരു വൊക്കാബുലറിയുടെ ഒരു കൂട്ടം ഉണ്ടാകുമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ആരുടെയും ഒരു സഹായം തേടേണ്ടി വരില്ല. ഒരു ജോലിയിലായാലും ഏത് കാര്യത്തിനായാലും നല്ല ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് നമ്മളുടെ ആശയവിനിമയം നടത്തുമ്പോൾ നമ്മളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം വർദ്ധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ള കുട്ടികളെ, എല്ലാവരും താല്പര്യമുള്ള എല്ലാവരും ഞാൻ തരുന്ന ഒരു 3 വാക്കുകൾ മാത്രമേ തരുകയുള്ളൂ. അത് അർത്ഥം പറഞ്ഞു തരും. അപ്പോൾ അത് വാക്കുകൾ എഴുതിയെടുത്ത് അർത്ഥവും എഴുതി നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒന്ന് പഠിച്ച് നിങ്ങളുടെ ബുദ്ധിയിൽ അത് ശേഖരിക്കുമ്പോൾ ആവശ്യമുള്ളപ്പോൾ അത് ഭംഗിയായി ഉപയോഗിക്കാൻ പറ്റും എന്നതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ കഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ 3 വാക്കുകൾ 3, 4, 5 പറയാം, അത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പോവുകയാണ്.
ആദ്യം ഞാൻ പറയാവുന്ന വാക്ക് ആക്ടിവിറ്റി എന്നാണ്. ഇംഗ്ലീഷിൽ ആക്ടിവിറ്റി എന്ന ഒരു വാക്കുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ആക്ടിവിറ്റിക്ക് ഞാൻ ഡിക്ഷണറി എഴുതിയ ജോൺസൻ്റെ കഥയാണ് പറയുന്നത്. ആ ഡിക്ഷണറി എഴുതിയ ജോൺസൺ ആക്ടിവിറ്റി എന്ന ആ വാക്കിന് ഡിക്ഷണറിയിൽ നൽകിയ അർത്ഥം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. സജീവാവസ്ഥ, പ്രവർത്തിക്കൽ, ഊർജം ഉപയോഗപ്പെടുത്തൽ, ഊർജ്ജസ്വലാവസ്ഥ, ചുറുചുറുക്ക്, കാര്യക്ഷമത, സജീവശക്തി, പ്രത്യേക തൊഴിൽ, പ്രവർത്തനം. ഇത്രയും അർത്ഥങ്ങൾ ഉള്ള ഒരു വാക്കാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അർത്ഥങ്ങൾ എല്ലാത്തിനും പ്രയോഗിക്കേണ്ട ഓരോരോ സ്ഥലങ്ങളുണ്ട്. എല്ലാത്തിനും ആക്ടിവിറ്റി എന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് ഒരു ശക്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രയോഗിക്കണം. അതായത് ഊർജ്ജസ്വലാവസ്ഥ, ശക്തിമത്തായ, ബലിഷ്ഠമായ എന്നീ അർത്ഥങ്ങൾ വരുന്ന സ്ഥലത്ത്, ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്ക്, ശക്തമായ വാക്ക് എനർജറ്റിക് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ എനർജറ്റിക് ഉപയോഗിക്കുമ്പോൾ അത്രയും വാക്കുകളുടെ അത് ശരിയായ രൂപം, ഭാവം നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്തും ആ ഒരു സാഹചര്യത്തിലും ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായി നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുക, സജീവമായി ജോലി തിരക്കുള്ള, പലിശ നേടുന്ന, ലക്ഷ്യം നേടാൻ ഊർജിതമായി പ്രവർത്തിക്കുന്ന എന്നൊക്കെയാണ്. അങ്ങനെയുള്ള ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടിടത്ത് നമ്മൾ ആക്റ്റീവ് എന്ന് പ്രയോഗിക്കണം. അപ്പോൾ ആക്റ്റീവ് എന്ന് ഈ സ്ഥലങ്ങളെല്ലാം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ശക്തി അത് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സജീവം, പ്രായോഗികം, നല്ല കഴിവുള്ള. ഇത്രയും നമ്മൾ പറയണമെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രകടമാക്കണമെങ്കിൽ നമ്മൾക്ക് ബ്രിസ്ക് എന്ന് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ ശക്തിയും അതിൻ്റേതായ യുക്തിയും ആ സാഹചര്യത്തിന് ഉണ്ടാവും എന്ന് തീർച്ചയാണ്. അതുകൊണ്ട് ഇന്ന് ഇത്രയും വാക്കുകൾ കൊണ്ട് ഞാൻ മതിയാക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവരും, കഴിയുന്നവരെല്ലാവരും ഇത് സ്നേഹത്തോടെ സ്വീകരിക്കണമെന്ന ഒരു അപേക്ഷ എനിക്കുണ്ട്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാവും. കുട്ടികൾ അത് എഴുതി വെച്ച് ഞാൻ അടുത്ത വീഡിയോ പറയുന്നതിന് മുമ്പ് ഇത് പഠിച്ചാൽ അവരിൽ ഓരോ ആഴ്ചയും 3-4 വാക്കുകൾ അവരറിയാതെ അവരിലേക്ക് വന്നു ചേരും. അത് പ്രയോഗിക്കേണ്ട സ്ഥലത്ത് പ്രയോഗിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടാകുമ്പോൾ അവർ ആ ഭാഷയിലൂടെ ആ ഒരു ഭാഷയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതം ഒരുപാട് നന്മയിലും മുകളിലും എത്തുമെന്ന് അവർ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്കറിയാവുന്ന തരത്തിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഇനി ഞാൻ എൻ്റെ കഥയിലേക്ക് കടക്കാം. ശൈലാസ് എന്ന കൗമാരക്കാരൻ അവൻ്റെ കുൽസിതമാരഭാവത്തിൻ്റെ എല്ലാ പ്രകടനങ്ങളും എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഭ്രാന്തമായ ആവേശത്തോടെ മറിയ എന്ന പെൺകുട്ടിയിലേക്ക് അമർന്നിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് കണ്ടത്. അവൻ്റെ ആ ഒരു ഭ്രാന്തമായ ആവേശം അവനിൽ ശക്തിയും ഊർജ്ജസ്വലതയും വർദ്ധിപ്പിച്ചിരിക്കുന്നുണ്ട്. അവൻ ഒരു പരിസരബോധമില്ലാതെ അവിടെ പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതാണ് അവനിൽ കാണുന്നത്. കാരണം അവൻ കൗമാരപ്രായക്കാരനാണ്. അതുപോലെ തന്നെ അവൻ്റെ അടിയിൽ കിടക്കുന്ന ആ മറിയവും കൗമാരപ്രായക്കാരിയാണ്. അവളിലേക്കും എന്തെല്ലോ ഭാവങ്ങൾ, എന്തെല്ലോ ലജ്ജാഭാവങ്ങൾ, എന്തൊക്കെയോ നല്ല നല്ല സ്മൃതികൾ എല്ലാം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അവൾ ഒന്ന് ശബ്ദം വയ്ക്കുകയോ ഒച്ച വയ്ക്കുകയോ നിലവിളിക്കുകയോ ചെയ്തില്ല. കാരണം അവളും കൗമാരപ്രായത്തിൻ്റെ തിമിർപ്പിലാണ്. തെറ്റാണ് ചെയ്യുന്നത് എന്ന ബോധമൊന്നും അവളിലും തീരെയില്ലായിരുന്നു. അവൾ ഒന്ന് ആശ്വാസത്തോടെ സന്തോഷത്തോടെ ഞെരങ്ങി അവിടെ അവനെ കിടന്നു. ആ സുഖാനുഭൂതിയിൽ അങ്ങനെ കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ, ശൈലാസിൻ്റെ മനസ്സിൽ വേറെ ഒരു ചിന്തയും ഇല്ലായിരുന്നു. ഈ പെണ്ണിനെ എനിക്ക് കീഴ്പ്പെടുത്തണം. എൻ്റെ കുഞ്ഞു പെങ്ങളാണെന്നോ പെങ്ങളെ പോലെ ഞാൻ ധരിച്ചിരുന്ന കുട്ടിയാണെന്നോ എൻ്റെ കൂട്ടുകാരിയായ പാവാടക്കാരിയാണെന്നോ ഒന്നും അവൻ ചിന്തിച്ചതേയില്ല. അവനങ്ങനെ ആവേശത്തോടെ അവൻ്റെ ആവേശത്തിമിർപ്പ് അവളിലേക്ക് പ്രകടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരവസരത്തിൽ അവരെ തങ്ങി നിർത്താൻ, അവർ ആ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു ശക്തി
നമ്മുടെയെല്ലാം ഭൂമി മാതാവ് തന്നെയാണ് എന്ന് നമ്മൾക്ക് വിശ്വസിക്കേണ്ട ഒരവസരം ഇവിടെ ഉണ്ടാവുകയാണ്. ഈ ഭൂമിദേവി എന്ന് പറയുന്നത് എല്ലാ സങ്കല്പങ്ങളുടെയും ഒരു പ്രതീകമാണ്. നമ്മുടെ ഈ ഭൂമുഖത്തുള്ള എല്ലാ ചരാചരങ്ങളുടെയും ഒരു അമ്മയാണ് ഭൂമിദേവി. ആ ഭൂമിദേവി തന്നെയാണ് നമുക്ക് അനുഭവിക്കാനും അനുഭവിക്കാതിരിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭൂമുഖത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഭൂമിയുടെ സ്ഥൂല സങ്കല്പന രൂപങ്ങളാണ് നമ്മൾ ഈ എല്ലാവരും. അപ്പോൾ ഈ എല്ലാവരും ആ ഭൂമിദേവിയെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒന്ന് നമിക്കുമ്പോൾ മറക്കാതെ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും അമ്മയായ ഭൂമിദേവിയെ മറക്കാതെ ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഒന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ആ ഭൂമിദേവി നമ്മളിലേക്ക് ചൊരിയേണ്ടതെല്ലാം ചൊരിയും, ചെയ്യേണ്ടതെല്ലാം ചെയ്യും, നമ്മളെ രക്ഷിക്കാൻ പലതും ചെയ്യും എന്ന് അവിടെ ഒരു ഉദാഹരണം ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ഭൂമിദേവിയാണ് എല്ലാം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ കൃതിയുണ്ട്. ഗുരുദേവൻ്റെ ജനനി നവരത്ന മഞ്ജരി എന്ന കൃതി. ആ കൃതിയിലെ ഒരു ശ്ലോകം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അതായത്, നീലായതും ഭവതി മാലായതും ജനനി, നീ നാഗവും നഖഖം തനായതും ധര, നദീനാരിയും നരനുമാ നാഗവും നരകവും, നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ഞാനായതും ഭവതി ഹേ നാദരൂപിണിയഹോ, നാടകം നിഖിലവും. എന്ത് മനോഹരമായി ഭൂമിദേവിയെ ആ ഗുരുദേവൻ നമുക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നതെന്നറിയാമോ? എല്ലാം ഈ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങളും ആ ഭൂമിദേവിയുടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളിലും ആ അമ്മയുടെ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് തന്നെ പറയണം. ഇവിടെയുള്ള എല്ലാം, മീനായാലും മാനായാലും സമുദ്രമായാലും പാമ്പായാലും നാഗമായാലും നരകമായാലും എല്ലാം ആ ഭൂമിദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഭൂമിദേവിയെ നമ്മൾ ഓർക്കേണ്ടിടത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കേണ്ടിടത്ത് പ്രാർത്ഥിക്കുകയും അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് നല്ലൊരു അനുഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടാകും. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ രക്ഷിക്കാനും കൈത്താങ്ങായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം ഭൂമിദേവി എന്ന അമ്മ. ആ അമ്മ എല്ലാവർക്കും അമ്മ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക, മദർ ഈസ് ലവ് ഓൺ എർത്ത്. അതെ, ആ അമ്മയെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. അപ്പോൾ നമുക്ക് എല്ലാം ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഭൂമിദേവി എന്ന അമ്മ മറിയത്തിൻ്റെ അമ്മയിലേക്ക് ഒരു വെളിപ്പാടുണ്ടാക്കി കൊടുക്കുകയാണ്. മകൾ ആപത്തിൽ പെടാൻ പോവുകയാണ്, നീ രക്ഷിച്ചേ പറ്റൂ എന്ന് അമ്മയിലേക്ക് എന്തോ ഒരു വെളിപ്പാട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അമ്മ ഓർക്കാപ്പുറത്ത് ഒന്ന് വെളിയിലേക്ക് വന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരെ സ്തംഭിപ്പിക്കുന്നതായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വല്ലാതെ കുഴഞ്ഞവിടെ നിന്നു. പക്ഷേ സമയം പാഴാക്കാനില്ലെന്ന് അവർക്ക് ഒരു ഉൾവിളിയുണ്ടായി. ശരിക്കും നമ്മളൊക്കെ ആരായാലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഓടിച്ചെല്ലും, കോപത്തോടെ ഓടിച്ചെല്ലും, ശൈലാസിനെ ദേഷ്യത്തോടെ പിടിച്ചു മാറ്റും. ശൈലാസിൻ്റെ അടിയിൽ കിടക്കുന്ന സ്വന്തം മകളെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുവന്ന് കലി തീരുന്നവരെ തല്ലി അവളെ മുറിക്കകത്ത് പൂട്ടിയിടുമായിരുന്നു. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് നടക്കാൻ പോകുന്നത്. പക്ഷേ ആ അമ്മയിലേക്ക് നമ്മുടെ ഭൂമിദേവി അമ്മ വല്ലാത്തൊരു ക്ഷമ കൊടുത്തു. അവർ ഒന്നും ചെയ്തില്ല. അവർ വന്നതുപോലെ തിരിച്ച് അകത്തേക്ക് പോയി സ്വസ്ഥമായി നിന്നിട്ട് അവർ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഭൂമിദേവി പിളർന്നു വരുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ അവർ ശൈലാസിനെ ഒന്ന് വിളിച്ചു. ആ വിളിയിലെ മാധുര്യം അത്രയും മാധുര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അത്ര മനോഹരമായി നമ്മുടെ കരുണാകരൻ സാറ് പറഞ്ഞു. ശൈലാസിൻ്റെ അമ്മ വിളിച്ചു. കാരണം ശൈലാസാണ് കുറ്റം ചെയ്യുന്നത്. ശൈലാസിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചാൽ മാത്രമേ ആ കുറ്റത്തിൽ നിന്നും എൻ്റെ മകൾ മോചിതയാവൂ എന്നറിയാം. അത് മറിയത്തെ വിളിക്കുകയാണെങ്കിൽ മറിയം അവിടെ നിന്നും പിടച്ചു മാറാൻ ശ്രമിക്കുമ്പോൾ ശൈലാസ് ബലവാനാകും.
അവൻ്റെ ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു തീഷ്ണത വല്ലാതങ്ങളിലേക്ക് വരും, തെറ്റ് ചെയ്യപ്പെടും എന്ന് ഭൂമിദേവി എന്ന അമ്മയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ മറിയത്തിൻ്റെ അമ്മ വിളിച്ചു, ശൈലാസേ മോനെ ഒന്നിങ്ങ് വന്നേ. ആ ഒരു വിളിയിൽ, ആ ശൈലാസേ എന്ന ആ വിളിയിൽ 4 ദിക്കുകളും മുഴങ്ങുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു സ്നേഹവും ആർദ്രതയും നിറഞ്ഞ വിളി. ശൈലാസിൻ്റെ ചെവിയിൽ 2 ചെവിയിലും ആ വിളി ആഞ്ഞടിച്ചു. സ്വന്തം അമ്മയുടെ വിളിയാണ് തന്നെ ആ മകൻ വിചാരിച്ചു. അത്രമാത്രം വാത്സല്യത്തോടെ സ്നേഹത്തോടെ ആ മകനെ വിളിച്ചപ്പോൾ ശൈലാസ് എല്ലാം മറന്ന് ചാടി എഴുന്നേറ്റു, ഓടി അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ആ ഒരു രംഗം ഏറ്റവും ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മുടെ മറിയത്തിൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിദേവി അവരിലേക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. എല്ലാവരും ഭൂമിദേവിയെ പ്രണമിക്കുക തന്നെ ചെയ്യണം എന്ന ഒരഭ്യർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.